ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ നല്ല മൊരിഞ്ഞ പഴംപൊരി. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് റെഡി ആയിക്കൊണ്ട് വരാം. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം 3 തിൻ സ്ലൈസായിട്ട് ഞാൻ കട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2, 3, 4 സ്ലൈസായിട്ട് കട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് പഴം മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ക്യുമിൻ സീഡ്സ്, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് സോൾട്ട്, പിന്നെ തലേന്ന് ആട്ടി വെച്ചിരുന്ന ദോശയുടെ ബാറ്റർ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണം ബാറ്ററിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കടായി എടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഓയിൽ നന്നായിട്ട് ചൂടായി ഒന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ബാറ്റർ അതിലേക്ക് വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നോക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴം ബാറ്ററിലേക്ക് മുക്കി ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം പഴം നല്ല ക്രിസ്പി ഒരു യെല്ലോയിഷ് കളർ ആകുമ്പോഴേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടേക്കൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരു പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.